നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ജൂലൈ മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ജൂലൈ മാസം 16-ാം തീയതി മിഥുനമാസം 32-ാം തീയതിയാണ്. പിന്നീട് കർക്കിടക മാസത്തിൻ്റെ ആരംഭമാണ്. ഏതായാലും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഈ വാരഫലം ജൂലൈ 10-ന് നാം ചർച്ച ചെയ്യുമ്പോൾ കാലത്തുള്ള ഗ്രഹസ്ഥിതി: മേടൻ രാശിയിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ രവി ബുധൻ, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ ശുക്രൻ കേതു, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ എപ്രകാരമാണ് ഈ ഒരു വാരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല ഈ വാരത്തിൽ. 3-ൽ കുംഭത്തിൽ രാഹു, 4-ൽ മീനത്തിൽ ശനി, മേടത്തിൽ ചന്ദ്രൻ, ഇടവത്തിൽ ചൊവ്വ, മിഥുനത്തിൽ സൂര്യൻ ബുധൻ, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ശുക്രൻ കേതു. ഇവിടെ സഹോദര സഹായം വളരെയധികം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സഹോദരങ്ങളെ കൊണ്ട് തനിക്ക് നല്ല ഗുണം വരും. ധനപരമായ വിഷയങ്ങളിലും മേന്മയുള്ള വാരമായിരിക്കും ഇത്. പലപ്പോഴും പൂർവികമായ സ്വത്ത് വിറ്റ് മറ്റൊരു ഭൂമി ലഭിക്കുവാനുള്ള സമയവും വളരെ അനുകൂലമായി വരും. പലപ്പോഴും വ്യവഹാരത്തിന് പോയി, കേസിനൊക്കെ പോയി ഗവൺമെൻറ് അറ്റാച്ച് ചെയ്ത ഭൂമി, അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടുവാനുള്ള ആവശ്യാർത്ഥം കോടതിയിൽ പോവുക, ആളുകളെ കാണുക, ഉദ്യോഗസ്ഥന്മാരെ കാണുക, അപ്രകാരമുള്ള പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ വളരെ അനുകൂലമാണ് ഈ ഒരു വാരമെന്നറിയുക. ഭാര്യ സുഖം, ഭാര്യാഗൃഹത്തിൽ സുഖം, ഭാര്യ വീട്ടിൽ ഭാര്യയ്ക്ക് കിട്ടേണ്ട ചില അർഹതകൾ, സ്ത്രീധനങ്ങൾ, സ്ത്രീ തന്നെ ധനമാണ്. നല്ല ഭാര്യയെ കൊണ്ടുള്ള നല്ല മെച്ചങ്ങൾ വരുന്ന സമയമാണ്. ഒരുപക്ഷെ വിദേശത്ത് നിന്നും വന്ന് ഭാര്യാസമേതനായി ഒരു വെക്കേഷൻ നന്നായി പുറത്തു പോയി ആസ്വദിക്കുവാനൊക്കെ ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം നന്മകളെ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ സന്താന വിഷയം ആഗ്രഹിക്കുന്നവർക്ക് തന്നെ സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമായ സമയമാണ്. കാരണം 5-ാം ഭാവത്തിൽ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ ദദാധിക സന്താന സന്തോഷമേവ, സന്തതികളെ കൊണ്ടുള്ള മേന്മ വരുന്ന സമയമാണ്. ഈ രാത്രി യാത്ര ശ്രദ്ധിക്കണം. അധോമുഖ രാശി ആരൂഢമാണ്, നിശാരാശിയാണ് ധനുരാശി. അതിനാൽ പലപ്പോഴും രാത്രിയിലൂടെ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാം. രാത്രി യാത്ര ശ്രദ്ധിക്കുക. ഘനമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് പൊക്കുമ്പോൾ പലപ്പോഴും ഡിസ്ക് സംബന്ധിച്ച പ്രയാസങ്ങൾ വരാം. കാരണം വൈകല്യവാനായ ചൊവ്വ രോഗസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും വലിയ പരിക്കില്ലാത്ത ഒരു വാരമായിരിക്കും ധനുരാശിക്കാർക്ക്. ഇവിടെ നിർബന്ധമായും നമുക്ക് ധനുരാശിക്കാർക്ക് പരിഹാരമായി ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു വാരഫലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.